എന്താ മോളെ? ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ സത്യം പറയണം. അച്ഛൻ ഇതുവരെ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് മോളോട്. എന്താ മോൾക്ക് ചോദിക്കാനുള്ളത്? എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ അച്ഛാ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്? അച്ഛനിപ്പോ സ്ട്രോക്ക് വന്നത്, സ്നേഹയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതും, നന്ദേട്ടന്റെ അപകടവും, അനുഭവത്തിന്റെ അറസ്റ്റും എല്ലാം എന്റെ കുഞ്ഞ് കാരണമാണോ അച്ഛാ? ദൈവങ്ങളോട് പ്രാർത്ഥിച്ച ദൈവങ്ങൾ നമുക്ക് ഏറ്റവും നല്ലതല്ലേ തരും. പക്ഷെ എന്നിട്ട് എന്റെ വയറ്റിൽ എങ്ങനെയാ അച്ഛാ? അവൻ നേരത്തെ എല്ലാം പറഞ്ഞു. മോളെ, ജോത്സൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അച്ഛന് വിഷമമുണ്ടായെന്നുള്ളത് നേരാ. പക്ഷെ അച്ഛനതൊന്നും വിശ്വസിച്ചിട്ടില്ല. നിനക്കും സച്ചിക്കും എത്ര കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണതെന്ന് അച്ഛനറിയാം. അതിനുവേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളും അച്ഛൻ മറന്നിട്ടില്ല. നിന്റെ വയറ്റിൽ അങ്ങനൊരു ദുരാത്മാവും വന്ന് ജനിക്കില്ല, അത് അച്ഛൻ ഉറപ്പാ. പിന്നെ ഈ പറഞ്ഞ് കേൾക്കുന്നൊന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ട. മോളിവിടെ വന്നിരിക്കേ, ഇരിക്കേ. അത് ശരി, അപ്പൊ കിളവൻ ഇനിയും കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. എല്ലാം വിശ്വസിച്ചു എന്ന് കാണിച്ച് എന്നെ പറ്റിച്ചതായിരുന്നല്ലേ? മോളെ, മലമുകളിലെ ക്ഷേത്രത്തിൽ നീ നടത്തിയ പ്രാർത്ഥനകളും വഴിപാടും ഒന്നും വെറുതെ ആവില്ല. യാദൃശ്ചികമായി നമ്മുടെ വീട്ടിലും നിന്റെ വീട്ടിലുമൊക്കെ സംഭവിച്ച ചില കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് ശരിയാണെന്ന് ഒരു നിമിഷം അച്ഛൻ ചിന്തിച്ചു പോയി. അതുകൊണ്ടാ ജോത്സനെ പോയി കണ്ടത്. അത് ശരി, അപ്പൊ കിളവനെല്ലാം തുറന്നു പറയാൻ പോവാണ്. എല്ലാം കൂടി ഒരുമിച്ച് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും കുറച്ച് ടെൻഷൻ അച്ഛൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാ. ആ ടെൻഷൻ കൂടിയപ്പോഴാ എനിക്കിങ്ങനെ സ്ട്രോക്ക് വന്നത്. അല്ലാതെ വേറൊരു കുഴപ്പമില്ല മോളെ. എന്റെ വയറ്റിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് കാരണം നമ്മുടെ വീട്ടിൽ ദോഷം വരുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. അച്ഛൻ പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ ജനിക്കും. അതിനു മുമ്പ് ആരൊക്കെ എന്തൊക്കെ ജാതകദോഷം പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ല. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം, ഈ സമയത്ത് നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ആ മലയിലെ ക്ഷേത്രത്തിലെ പൂജാരി മോളോട് പറഞ്ഞ പോലെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു ആൺകുഞ്ഞ് മോൾക്ക് ജനിക്കും. കിളവൻ നല്ല ഒന്നാം തരം പണിയാണല്ലോ തന്നത്. ഞാൻ ഇതുവരെ ചെയ്തതും പറഞ്ഞതും എല്ലാം പാഴായി. ഇതെവിടെ വരെ പോകും നോക്കാം. മോളിതൊന്നും കേട്ട് മനസ്സ് തകരരുത്. ആ ജ്യോത്സ്യം പറഞ്ഞൊന്നും സത്യമല്ലെന്ന് വിശ്വസിക്കാനാ അച്ഛനിഷ്ടം. അങ്ങനെ സംഭവിക്കൂ. നെല്ലിശ്ശേരിയിലെ ആരും അത്രയ്ക്ക് വലിയ ദ്രോഹമൊന്നും ആരോടും ചെയ്തിട്ടില്ല. മോള് ധൈര്യമായിട്ട് ചെല്ല്. ഇല്ല, അയാളുടെ ഏക സഹോദരിയാണല്ലോ മരിച്ചത്. ഇങ്ങനൊരു കേസിൽ അയാൾ നമ്മളുമായി കോംപ്രമൈസ് ചെയ്യുമെന്ന് വിചാരിച്ചു തന്നെ തെറ്റായിപ്പോയി.
അത് മാത്രമല്ല, കമ്മീഷണർക്ക് കേസ് കൊടുത്തതും അയാൾക്ക് ഇഷ്ടമായിട്ടില്ല. എല്ലായിടത്തും അയാളുടെ ആളുകളുണ്ട്. പോലീസ് സ്റ്റേഷനിലും പുറത്തും ജയിലിനകത്തും എല്ലാം. റിമാൻഡിലായി അനൂപേട്ടൻ ജയിലിലെത്തിയ അവിടെ വെച്ച് അയാളുടെ ആളുകൾ അനൂപേട്ടനെ ഉപദ്രവിക്കും. സർ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയെങ്കിലും അനൂപേട്ടനെ ഒന്ന് രക്ഷിക്കണം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങള് സാറിനെ കാണാൻ വന്നതും. ഈ മധുവിന്റെ കാര്യം അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. പണ്ട് കോടതി മുറ്റത്ത് വെച്ച് ഒരു ഓപ്പോസിറ്റ് ഗ്യാങ് ലീഡറെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ കോടതിയിൽ ഞാൻ അയാളെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പറയുന്നതിലും ചെയ്യുന്നതിലും അയാൾ ഉറച്ചു നിൽക്കും. അസാമാന്യമായ മെന്റൽ പവറാണ് അയാൾക്ക്. എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ സാർ. അനൂപിനെ നമുക്ക് ജാമ്യത്തിലിറക്കാം. പക്ഷേ 2 ദിവസത്തേക്ക് കോടതി അവധിയാണ്. അയ്യോ, 2 ദിവസം ലോക്കപ്പിനുള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക്കാണ്. നിങ്ങൾ പറഞ്ഞ പോലെ പോലീസിനകത്തും അയാൾക്ക് തന്റെ ആളുകളുണ്ട്. അവർ വിചാരിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എന്തും ചെയ്യാൻ പറ്റും.